Good morning, guys. So, ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് എൻ്റെ ഒരു വർക്കിംഗ് ഡേ ആസ് എ CSA ഇൻ കലോന എയർപോർട്ട്. എനിക്കൊരു 99% എപ്പോഴും രാവിലത്തെ ഷിഫ്റ്റ്സ് ആയിരിക്കും. പിന്നെ എയർപോർട്ടിൽ മാത്രമല്ലാണ്ട് ഞാൻ വേറൊരു സ്ഥലത്തും കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം അതും ഇതും കൂടെ ഞാൻ കൂട്ടിക്കുഴയ്ക്കുന്നില്ല, അത് ഞാൻ പിന്നൊരു ദിവസം പറയാം. ഞാൻ മെയിനായിട്ടും 2 എയർലൈൻസിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ഒന്നും ഡിലേ ആവാത്ത പക്ഷം എനിക്ക് എല്ലാ ദിവസത്തെ ഷിഫ്റ്റ് 9 അല്ലെങ്കിൽ 9:30 അങ്ങനെയായിരിക്കും. എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സമയമില്ല, എനിക്ക് വെടിപ്പിനിട്ട് ചെയ്യാനായിട്ട് അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, യൂണിഫോം ഇടുന്നു, ഓടുന്നു. എത്ര നേരത്തെ ഇറങ്ങിയാലും എൻ്റെ ഈ രാവിലത്തെ ഉള്ള ഓട്ടം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ബസ്സുകളൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നേ. 8:38 ബസ് വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 5 മിനിറ്റ് ഏർലിയാണ്. ഇനി അവിടെ ചെന്ന് ഓടിപ്പടച്ചൊന്ന് വായി നോക്കി നിൽക്കുമ്പോൾ അത് പിന്നെ ലേറ്റ് ആയിരിക്കും. ഞാൻ എന്തായാലും ഓടട്ടെ. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഇടുന്ന യൂണിഫോമിൻ്റെ കൂടെ തന്നെ എയർലൈൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് സ്കാർഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഞാൻ എൻ്റെ ജോലിനെ കുറിച്ച് പറയാം. CSA, അതായത് കസ്റ്റമർ സർവീസ് ഏജൻറ്റ്. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ട് കൗണ്ടേഴ്സിലിരിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടില്ലേ? നമ്മുടെ ID വെരിഫൈ ചെയ്യുക, ബാഗേജ് ടാഗ് ചെയ്യുക, ബോർഡിംഗ് പാസ് തരിക, ചെക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതാണിത്. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബോർഡിംഗ് സെക്ഷനിലോട്ടേക്ക് പോവാം. അവിടെ ബോർഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യാം, ഫ്ലൈറ്റ് ബ്രിഡ്ജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ അത്രയും വലിയ ബന്ധങ്ങളിലോട്ടേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ബിഗിനറാണ്. പിന്നെ ബോർഡിംഗ് ഏരിയയിലോട്ടേക്കും ഫ്ലൈറ്റുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ള വർക്കിലോട്ടേക്കൊക്കെ കയറണമെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലീസ് ക്ലിയറൻസ് പോലെ ഇവിടെ ഒരു സെക്യൂരിറ്റി പ്രൊസീജിയർ ഉണ്ട്. അപ്പം എൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റിൽ പ്രോസസ്സിങ്ങിലാണ്. അത് അപ്രൂവ് ആയി കഴിഞ്ഞാലാണ് എനിക്ക് അങ്ങനെയുള്ള ഡ്യൂട്ടീസൊക്കെ കിട്ടുക. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ജോലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ. ഞാനിനി നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല. ഇനി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. നെക്സ്റ്റ് വീഡിയോ കാണാം.